നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഓപ്ഷൻ എ വി ഈസ് ഈക്വൽ ടു ഐ ആർ, ഓപ്ഷൻ ബി വി ഈസ് ഈക്വൽ ടു ഐ ബൈ ആർ, ഓപ്ഷൻ സി ഐ ഈക്വൽ ടു ആർ ബൈ വി, ഓപ്ഷൻ ഡി ഐ ഈക്വൽ ടു വി ആർ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഓംസ് ലോയുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി വി എന്ന് പറയുന്നത് വോൾട്ടേജിനെയും ഐ എന്ന് പറയുന്നത് കറണ്ടിനെയും ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് ഐ ഈക്വൽ ടു കറണ്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വി ബൈ ആർ എന്നും, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നും എഴുതാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചൂസ് ദ ഓഡ് വൺ. ഒറ്റയാനെ കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ സി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്പ്രിംഗ് ഫോഴ്സ്. ഇവിടെ നോക്കിയാൽ അറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒക്കെ നമ്മുടെ ബേസിക് ഫോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മുടെ ബേസിക് ഫോഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക്, ഗ്രാവിറ്റേഷണൽ, ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ന്യൂക്ലിയർ ഫോഴ്സിൽ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ബേസിക് അല്ലെങ്കിൽ റിയൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആയിട്ട് പറയുന്നത് ഇവരെ ആക്ച്വലി 3 പേര്. സ്ട്രോങ്ങും വീക്കും ന്യൂക്ലിയർ ഫോഴ്സ് വരുമ്പോൾ മൊത്തം 4 പേരേ പറയത്തുള്ളൂ. സോ ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സാണ്. ഇനി പറയുവാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ നമുക്ക്. എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എന്ന് പറയുന്നത് മാസ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. എർത്ത് മാഗ്നറ്റിസം ഈസ് ഡ്യൂ ടു ഓപ്ഷൻ എ ഡൈനാമോ ഇഫക്റ്റ്, ഓപ്ഷൻ ബി ഡോപ്ലർ ഇഫക്റ്റ്, ഓപ്ഷൻ സി സോളാർ ഇഫക്റ്റ്, ഓപ്ഷൻ ഡി മാഗ്നസ് ഇഫക്റ്റ്. സോ ഒന്ന് നോക്കിക്കേ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? യെസ്, ഓപ്ഷൻ എ ഡൈനാമോ ഇഫക്റ്റാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂവിറ്റി, ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് പാരലാക്സ്, ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ഷൻ, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഡയമെൻഷൻ വെച്ചിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റാണോ, കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സോ ഹിയർ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1 നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്നാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? അതും ഇനിഷ്യൽ വെലോസിറ്റിയാണ്. സോ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1 തന്നെ. യു പ്ലസ് AT. എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? LT⁻⁻2 ആണ്. ഓക്കെ, ടൈമിനെ നമുക്ക് T ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ വെലോസിറ്റിയുടെ LT⁻⁻1, ഇനിഷ്യൽ വെലോസിറ്റിയുടേതും LT⁻⁻1, ആക്സിലറേഷൻ LT⁻⁻2, ഇവിടെ T എന്ന് പറയുന്നത് ടൈമിൻ്റെതും LT⁻⁻2.
സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ LHSൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് LT⁻⁻1 വിയോട് ഈക്വലായി. ഇനി LHSൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് U + AT അല്ലേ. ഈ AT എന്ന് പറയുന്നത് എന്ത് വരും? LT⁻2 ഇൻറ്റു T എന്ന് വരും. ഒരു ടിയും ഈ ഒരു ടിയും കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഇതും എന്തായി? LT⁻1. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇക്വേഷൻ്റെ ഹോമോജിനിറ്റി നമുക്കിവിടെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. സോ ഇങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. നെക്സ്റ്റ്, ദ അക്രോണിം ലേസർ സ്റ്റാൻഡ്സ് ഫോർ. ലേസർ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓപ്ഷൻ ബി ലൈറ്റ് അറ്റിന്യൂവേറ്റഡ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓപ്ഷൻ സി ലാർജ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓപ്ഷൻ ഡി light amplification by slowed emission of radiation. The correct answer is option A. Light amplification. Option A ആണ് correct answer. Light amplification by stimulated emission of radiation. തെറ്റിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. ഓപ്ഷൻ സിയുമായിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കറക്റ്റ് ആണല്ലോ ഓപ്ഷൻ സി എന്ന് തോന്നും. പക്ഷെ അല്ല, ലൈറ്റിന് പകരം അവിടെ ലാർജാണ് കിടക്കുന്നത്. സോ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, 6th question. ഇൻ എ യൂണിഫോം സർക്കുലാർ മോഷൻ, ഓപ്ഷൻ എ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ സി ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ ഡി സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കുലാർ മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിഫോം സർക്കുലാർ മോഷനിൽ പോകുന്ന ആ ഒരു മോഷൻ്റെ ഓപ്ഷൻ എ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താ? ഈ യൂണിഫോം സർക്കുലാർ മോഷനിലാണെങ്കിലും ഈ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഒബ്വിയസ്ലി അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ചേഞ്ച് ചെയ്യും. പിന്നെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ല. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കോൺസ്റ്റൻ്റ് അല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്തായിരിക്കും? 0 അല്ലേ വരുന്നത്. സോ ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റും അല്ല. ഇനി സ്പീഡെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണോ? യെസ്. ഒരു യൂണിഫോം സർക്കുലാർ മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സ്പീഡ് ഈസ് കോൺസ്റ്റൻ്റ്. The process of deliberate addition of desirable impurity in an intrinsic semiconductor is, that is doping. Option A doping. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇമ്പ്യൂരിറ്റിയുടെ അഡീഷന് സെമി കണ്ടക്ടേഴ്സിൽ, ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണം ഡോപ്പിംഗ്. ബോണ്ടിങ് അല്ല ഒബ്വിയസ്ലി. പിന്നെ ഓപ്ഷൻ സി ഡിഫ്യൂഷനാണ്. ഓപ്ഷൻ ഡി സബ്ലിമേഷൻ. ഇതെല്ലാം നമുക്കറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഡോപ്പിംഗ്. In 1921, Albert Einstein was awarded Nobel Prize in the study of, എന്തിൻ്റെ സ്റ്റഡിയിലാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സ്റ്റഡിക്കാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇയർ ഓർത്തിരിക്കണം, 1921. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഹെൻറി ഈസ് ദ യൂണിറ്റ് ഓഫ്. ഹെൻറി എന്തിൻ്റെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്. ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ സി ഇൻഡക്റ്റൻസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, അതിൻ്റെ രണ്ടിൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും യൂണിറ്റ് എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും ഒരേ യൂണിറ്റാണ്. എന്താണ് ആ യൂണിറ്റ്? ഓം. ഓം എന്ന യൂണിറ്റാണ് ആർക്കുള്ളത്? റെസിസ്റ്റൻസിനും റിയാക്റ്റൻസിനും. OHM, ഓം.
ഈ ഓം എന്ന യൂണിറ്റാണ് റെസിസ്റ്റൻസിനും റിയാക്റ്റൻസിനും ഉള്ളത്. റെസിസ്റ്റൻസിനും റിയാക്റ്റൻസിനും മാത്രമാണ് ഓം എന്ന് പറഞ്ഞ യൂണിറ്റ് ഉള്ളത്? അല്ല. പിന്നെ ആർക്കും കൂടെ ഉണ്ട്? ഇംപിഡൻസിനും ഓം എന്നാണ് യൂണിറ്റ്. സോ ഇവിടുത്തെ ആൻസർ ഹെൻറി എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്. പിന്നെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് അല്ലേ? ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൂപ്പർപൊസിഷൻ ഓഫ് എ ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നൽ ഓൺ എ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഈസ് കോൾഡ്. ദ സൂപ്പർപൊസിഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ഒന്നിന് മുകളിൽ ഒന്ന് വരുന്നു. ഒരു ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് വെച്ച് സൂപ്പർപൊസിഷൻ നടത്തുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? മോഡുലേഷൻ. സോ ദ പ്രോസസ് ഈസ് നോൺ ആസ് മോഡുലേഷൻ. അതായത് ലോങ് ഡിസ്റ്റൻസിലൊക്കെ നമ്മളിങ്ങനെ ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ലോ ഫ്രീക്വൻസിയിലുള്ള ഈ വേവ്സ് ഡാമ്പായി പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയറിനെ അവിടെ കൊടുക്കുന്നത്. ഇനി ആംപ്ലിഫിക്കേഷനിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യുമായിരിക്കും. അറ്റിന്വേഷൻ അല്ല, ഡിമോഡുലേഷൻ അല്ല. അത് ആൻസർ ഈസ് മോഡുലേഷൻ. A quantum mechanical theory for explaining superconductivity. സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റി പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തോണം BCS തിയറി. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, BCS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? 3 സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഈ BCS എന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്നത്. ബെർഡീൻ, കൂപ്പർ, ഷ്രീഫർ. ആരൊക്കെയാണ്? ബെർഡീൻ, കൂപ്പർ, ഷീഫർ. ഈ 3 സയൻറ്റിസ്റ്റിൻ്റെയും പേര് വെച്ചിട്ടാണ് BCS തിയറി പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് എക്സ്പെരിമെൻറ്റ് പ്രൂവ്ഡ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഏത് എക്സ്പെരിമെൻറ്റ് വഴിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് കോംപ്റ്റൺ എഫക്റ്റാണ് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അതിനു മുമ്പ് നമ്മളിവിടെ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ 11. ഈ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസിനുള്ള ഒരു എബിലിറ്റിയാണ് എന്ത്? ലോ ടെമ്പറേച്ചറിലും ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്റ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു, അതായത് റെസിസ്റ്റൻസ് 0 ആയിട്ട് ലോ ടെമ്പറേച്ചറിലും ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്നതൊന്ന് നോട്ട് ചെയ്തോണം, ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതാ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? മെർക്കുറി എത്ര ഡിഗ്രി കെൽവിനിലാണ് ഇതാകുന്നത്? സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നത്? 4 ഡിഗ്രി സെൽഷ്യസിൽ മെർക്കുറി സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. A magnet dropped through an aluminum pipe takes more time than through a PVC pipe of same dimension to reach the bottom. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാഗ്നെറ്റ്, നമ്മളൊരു അലൂമിനിയം പൈപ്പിൽ കൂടെ ഒരു മാഗ്നെറ്റ് ഡ്രോപ്പ് ചെയ്തു. അറ്റ് എ ടൈം, സെയിം ടൈം നമ്മൾ എന്ത് ചെയ്തു? ഒരു PVC പൈപ്പിൽ കൂടെയും മാഗ്നെറ്റ് ഡ്രോപ്പ് ചെയ്തു. ഈ 2 പൈപ്പിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരുന്നു. പക്ഷേ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അലൂമിനിയം പൈപ്പിൽ കൂടെ ഇട്ടിരിക്കുന്ന മാഗ്നെറ്റ് കൂടുതൽ ടൈം എടുത്തു ബോട്ടത്തിലെത്താൻ. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഓപ്ഷൻ ബി ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ഓപ്ഷൻ സി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഓപ്ഷൻ ഡി കൺവെക്ഷൻ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സോ 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ആണ്. ആക്ച്വലി ഇവിടെ നമ്മുടെ മാഗ്നെറ്റ് താഴേക്ക് മൂവ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു എഡി കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എഡി കറണ്ടിൻ്റെ ഫലമായിട്ട്
അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ അലൂമിനിയം എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണെന്നറിയാമല്ലോ. സോ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. സോ നമ്മുടെ കാന്തം, ആ മാഗ്നറ്റ് താഴോട്ട് പൈപ്പിൽ കൂടെ താഴോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. സോ അവിടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, എഡി കറണ്ട് മുഴുവൻ ഉണ്ടായ, അത് ഈ താഴോട്ട് വരുന്ന നമ്മുടെ മാഗ്നറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അലൂമിനിയം പൈപ്പിൽ കൂടെ വരുന്ന കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് പതിയെ സ്ലോ ഡൗൺ ചെയ്തു വരുന്നത്. സോ നെക്സ്റ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ വിച്ച് ഹെൽപ്സ് ഇൻ എക്സ്പ്ലെയിനിങ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക് ഇൻ ആർട്ടറി. ഏത് പ്രിൻസിപ്പിളാണെന്ന് ബ്ലഡ് ഫ്ലോയെയും ഹാർട്ട് അറ്റാക്കിനെയും കുറിച്ച് പറയുന്നത്? ഒബ്വിയസ്ലി ബെർണോളിസ് പ്രിൻസിപ്പിൾ. അറിയാമല്ലോ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ. പ്രഷർ കൂടുമ്പോഴത്തേക്കും കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് മോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൽ ഏതിനാണ് കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് വാട്ടർ. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്? 4,186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ഓർത്തോണം. ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ്, in an isothermal process, heat is constant. Option B, volume constant. Option C, pressure constant. Option D, temperature constant. ഐസോതെർമിക് എന്ന് പറയുമ്പോൾ തന്നെ, ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിനകത്ത് എന്തുണ്ട്? ടെമ്പറേച്ചർ റിലേറ്റഡ് ആണെന്ന് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. സോ നമുക്കെന്ത് പറയാം? ഇവിടെ ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റൻറ്റ്. സോ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് കാര്യവും കൂടെ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ മാത്രമല്ല, ഐസോകോറിക്കുണ്ട്. ഓക്കെ, ഈ ഐസോകോറിക് എന്ന് പറയുന്നത് എന്തിനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ്? നമ്മൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസിനെയാണ് എന്ത് പറയുന്നത്? ഐസോകോറിക് എന്ന്. നെക്സ്റ്റ് വേറൊരു ടൈം ഉള്ളത് ഏതാ? ഐസോബാറിക്. ഐസോബാറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാറിക് എന്ന്. ജസ്റ്റ് എല്ലാവരും ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. ദ സെൽ യൂസ്ഡ് ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് യൂസ് ചെയ്തിട്ടുള്ള സെൽ ഏതാണെന്ന്? ഓപ്ഷൻ എ ഡ്രൈ സെൽ, ഓപ്ഷൻ ബി മെർക്കുറി സെൽ, ഓപ്ഷൻ സി നിക്കൽ കാഡ്മിയം, ഓപ്ഷൻ ഡി ഫ്യൂവൽ സെൽ. ദ റൈറ്റ് ആൻസർ ഈസ് ഫ്യൂവൽ സെൽ. ആൽക്കലൈൻ ഫ്യൂവൽ സെൽസ് ആണ് അപ്പോളോ പ്രോഗ്രാമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഇതിൽ വരുന്ന 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇതിലിനി പറയാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പം ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ തീറ്റയാണ്. ഇതിൽ ഈ സി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത്, ഡെൽറ്റ വന്നാൽ അറിയാം ചേഞ്ച്. സോ ചേഞ്ച് ഇൻ തെർമൽ എനർജി, ചേഞ്ച് ഇൻ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ഇ. എം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മാസ് ആയിരിക്കും. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. തീറ്റയ്ക്ക് പകരം നമ്മൾ ടിയും യൂസ് ചെയ്യാറുണ്ട്.